ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി, വാപ്പ അതിലേറെ പ്രയാസപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് ഒക്കെ വളർത്തി വലുതാക്കി നമ്മളൊക്കെ ചിറകൊക്കെ വെച്ച് ഇങ്ങനെ പറക്കാനാവുമ്പോഴത്തേനെ ഉമ്മാനോടും ഉപ്പാനോടും ഹൈ എന്നൊരു വാക്ക് പോലും പറയരുത് എന്നാണ് ഖുർആൻ പറഞ്ഞിരുന്നത് അല്ലേ. ചേ എന്നുള്ളത് നമ്മളെ മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേന് ഹൈ എന്നുള്ളൊരു വാക്കിലാണ് എത്തുക. ചേ എന്നൊരു വാക്ക് പോലും ഉമ്മാനോടും ഉപ്പാനോടും പറയരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മളൊക്കെ ഹൈ എന്താ അമ്മ, ഹൈ എന്താ നിങ്ങള് എന്നുള്ളൊരു വാക്ക് പോലും അവരുടെ അടുത്ത് പറയരുത് എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര മനോഹരമായുള്ളൊരു അർത്ഥം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട്. പ്രായമാവാണ്, ഒരു പക്ഷേ ചേ എന്ന് പറയത്തക്ക രൂപത്തിൽ അവർ പെരുമാറും. കാരണം പ്രായമാവുമ്പോൾ 6ഉം 60ഉം ഒരുപോലെയാണ് എന്ന് എവിടെയോ വായിച്ചത് ഓർക്കുക. 6ഉം 60ഉം ഒരുപോലെയാ. 6 വയസ്സായ കുട്ടി കാണിക്കുന്ന കുരുത്തക്കേടുകള്, ഒരു പക്ഷേ സംസാരത്തിൽ അപക്വത, ഇതൊക്കെ 60ലും കാണിച്ചേക്കാം. ചേ എന്ന് വീട്ടിലുള്ളവരെ കൊണ്ട് പറയത്തക്ക രൂപത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രവർത്തികൾ ഉണ്ടായേക്കാം. എന്നാലും നീ ചേ എന്ന് പറയരുതെന്ന് പറയുമ്പോൾ പ്രായമാകുമ്പോൾ ശരീരത്തിന് മാത്രമല്ല, എല്ലിനും പല്ലിനും മാത്രമല്ല തേയ്മാനം സംഭവിക്കുക, മനസ്സിനും തലച്ചോറിനും ഒക്കെ ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ട്, തേയ്മാനം സംഭവിക്കുന്നുണ്ട്, ബുദ്ധിക്ക് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ എത്ര ചെയ്തു കൊടുത്താലും എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നും ലഭിക്കുന്നില്ല, ഞാനിവിടെ സംതൃപ്തനല്ല, ഞാനിവിടെ സംതൃപ്തയല്ല എന്നിങ്ങനെ ഗദ്ഗതം പറയും ഉമ്മയും വാപ്പയും. പക്ഷേ അവരിൽ ഒരാളോ 2 പേരുമോ നിന്റെ അരികിൽ നിന്നും പ്രായമാവുകയും നീ സംരക്ഷിച്ച് അവരെ പരിചരിച്ച് സ്നേഹത്തോടെ അവരെ പരിപാലിച്ച് നിന്നിൽ നിന്നും അവർ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ എനിക്കൊന്നും കിട്ടാൻ പോണേ ചില്ലറ സാധന സ്വർഗം അല്ലേ. സ്വർഗം നമുക്ക് കിട്ടാൻ പോണത്. അപ്പൊ സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് നമ്മളൊക്കെ.